നിങ്ങൾ ഒഡീസി കാണാൻ പോവാണ്. എന്നാ പിന്നെ ഈ ഒരു കാര്യം കൂടി കേട്ടിട്ട് വെക്കും. ഞാൻ ഇന്നലെ ഒഡീസി കാണാൻ പോയി. കൊച്ചി ഐമാക്സിലായിരുന്നു ഒഡീസി സിനിമ കാണാൻ പോയിട്ടുള്ളത്. കാരണം എനിക്ക് ഫുള്ള് കാണണം. ആ മറ്റേ തലപ്പാവ് വെട്ടി കളയുന്ന ഭാഗം അത് അങ്ങനെ കാണണ്ട. ഫുള്ള് കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഐമാക്സിൽ പോയിട്ടുള്ളത്. സോ ഇറ്റ് വാസ് എ ഗുഡ് മൂവി ടു വാച്ച്. വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ അടുത്തുള്ള ഇരുന്നിരുന്ന കുറച്ച് ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് വയ്ക്കുന്നത്. എന്താണ് ട്രോയ്? ആരാണ് ഹെലനോ സ്പാർട്ട? അങ്ങനെയൊക്കെ. സോ പല ആൾക്കാർക്കും ഹിസ്റ്റോറിക്കൽ നോളജ് ഉണ്ടാവില്ല. എനിക്കും ഇല്ലായിരുന്നു. ഞാനും മൂവി കണ്ടിട്ടാണ് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ട്. 2004 ഇറങ്ങിയിട്ടുള്ള ബ്രാഡ് പിറ്റ് അഭിനയിച്ചിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണ്. സോ ആ ഒരു ട്രോയ് സിനിമയുടെ തുടർച്ചയായിട്ടാണ് ഒഡീസിയുടെ സ്റ്റോറി വരുന്നത്. സോ നോളന്റെ കാര്യം അറിയാമല്ലോ, നോൺ ലീനിയർ ആയിട്ടാണ് കഥ പറഞ്ഞിട്ട് പോകുക. സോ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ അവിടെ പോയി ഇവിടെ വരുമ്പോൾ എന്താ ആരാ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. സോ ട്രോയ് കണ്ടിട്ട് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. ഐമാക്സിൽ തന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുക, ബോറടിക്കാത്ത ഒരു നല്ലൊരു സിനിമയാണ്. നോളന്റെ ബെസ്റ്റ് പടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ലൊരു. സോ കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.